നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെന്താണെന്നല്ലേ? നമ്മുടെ ലോൺ EMI-കൾ മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ബാധിക്കും? എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാം? ഇവയൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് EMI അടയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഏതെങ്കിലും ഒരു EMI മുടങ്ങിപ്പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ലേറ്റ് ഫീസ്. ആദ്യത്തെ പ്രശ്നം ഇത് തന്നെയാണ്. EMI മുടങ്ങിയാൽ ബാങ്കുകൾ ലേറ്റ് ഫീസ് ഈടാക്കും. ഓരോ ബാങ്കിന്റെയും നിയമങ്ങൾ അനുസരിച്ച് ഈ ഫീസിൽ മാറ്റങ്ങൾ വരാം. ക്രെഡിറ്റ് സ്കോർ കുറയും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളൊരു EMI മുടക്കിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായി ബാധിക്കും. ക്രെഡിറ്റ് സ്കോർ എന്നാൽ നമ്മൾ ഒരു ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ എത്രത്തോളം കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരു സംഖ്യയാണ്. ഇതൊരു നല്ല സംഖ്യയായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ബാങ്കിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ. EMI മുടങ്ങിയാൽ ഉടൻ തന്നെ ബാങ്കിൽ നിന്ന് നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യും. തുടർച്ചയായി മുടങ്ങിയെങ്കിൽ ഇത് ശല്യപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ എത്തിയേക്കാം. നിയമ നടപടികൾ. ഒരുപാട് കാലം EMI മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ബാങ്കുകൾ നിയമ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ജാമ്യ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനും സാധ്യതയുണ്ട്. ഇനി ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് കുറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു EMI മുടക്കുമ്പോൾ ബാങ്കുകൾ ഇത് ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് റിപ്പോർട്ട് ചെയ്യും. സിബിൽ, എക്സ്പീരിയൻ എന്നിങ്ങനെ പല ക്രെഡിറ്റ് ബ്യൂറോകൾ ഇന്ത്യയിലുണ്ട്. ഇവർ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുകയും ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. EMI മുടങ്ങുമ്പോൾ ഈ ബ്യൂറോകൾ നിങ്ങളുടെ സ്കോർ കുറയ്ക്കും. ഒരു തവണ EMI മുടങ്ങിയാൽ തന്നെ സ്കോറിൽ നല്ല കുറവുണ്ടാകും. തുടർച്ചയായി EMI മുടങ്ങുകയാണെങ്കിൽ സ്കോർ വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ ഭാവിയിൽ ലോൺ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടാകും. കിട്ടിയാൽ തന്നെ ഉയർന്ന പലിശ നിരക്ക് നൽകേണ്ടി വരും. EMI മുടങ്ങി ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉടൻ കുടിശ്ശിക അടയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുടിശ്ശിക EMI അടച്ചു തീർക്കുക. ലേറ്റ് ഫീസോട് കൂടിയാണെങ്കിലും അടയ്ക്കാൻ ശ്രമിക്കുക. ബാങ്കുമായി സംസാരിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കുമായി തുറന്ന് സംസാരിക്കുക. റീപേയ്മെന്റ് പ്ലാനുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. ചിലപ്പോൾ EMI തുക കുറയുകയോ തിരിച്ച് കാലാവധി നീട്ടുകയോ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമായേക്കാം. ചെറിയ ലോണുകൾ എടുത്ത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക. ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ ഇത് നല്ലൊരു വഴിയാണ്. ചെറിയ തുകയുടെ ലോണുകൾ എടുത്ത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നല്ല രീതിയിലുള്ള തിരിച്ചടവുകൾ രേഖപ്പെടുത്തും. ഇത് ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ സഹായിക്കും. ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ EMI മുടങ്ങാതെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ല വഴി. അതിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ബഡ്ജറ്റ് ഉണ്ടാക്കുക. കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാകുകയും അതനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക. എത്ര തുക EMI-ക്കായി മാറ്റിവെക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഓട്ടോ പേ സംവിധാനം. ബാങ്കുകളിൽ ഓട്ടോ പേ സൗകര്യമുണ്ട്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് EMI തുക കൃത്യസമയത്ത് ഓട്ടോമാറ്റിക്കായി അടഞ്ഞു പോകും. തീയതികൾ മറന്നു പോകുകയാണെങ്കിൽ ഇത് സഹായിക്കും. റിമൈൻഡർ സെറ്റ് ചെയ്യാം. കലണ്ടറിലോ മൊബൈലിലോ EMI തീയതികൾ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കുക. തീയതി അടുക്കുമ്പോൾ തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ലോൺ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ തിരിച്ചടവ് ശേഷി ഉറപ്പുവരുത്തുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. അവസാനമായി ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. EMI മുടങ്ങിയാൽ ലേറ്റ് ഫീസ്, ക്രെഡിറ്റ് സ്കോർ കുറയൽ, നിയമ നടപടി എന്നിവയുണ്ടാകും. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ ഭാവിയിൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാകും. കുടിശ്ശിക ഉടൻ അടച്ച് ബാങ്കുമായി സംസാരിച്ച് ക്രെഡിറ്റ് സ്കോർ വീണ്ടെടുക്കാൻ ശ്രമിക്കുക. EMI മുടങ്ങാതെ ഇരിക്കാൻ ബഡ്ജറ്റ് ഉണ്ടാകുകയും ഓട്ടോ പേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. EMI മുടങ്ങിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.